ആയുധം വെച്ച് കീഴടങ്ങണമെന്ന് ഈജിപ്ത്, ആ സ്വപ്നം നടക്കില്ലെന്ന് ഹമാസ്. രണ്ടാം ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ച ഇതോടെ വഴിമുട്ടി. ഈജിപ്തിൻ്റെ നേതൃത്വത്തിൽ കൈറോയിൽ വെച്ചാണ് രണ്ടാം ഘട്ട വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട് പരമാവധി വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ചർച്ച തന്നെ ആരംഭിച്ചത്. ഖത്തർ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളൊന്നും സംസാരിക്കാൻ തയ്യാറായിട്ടില്ല എന്നൊരു അഭിപ്രായം ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നതാണ്. ഇപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായിരിക്കുന്ന വെടിനിർത്തലിൻ്റെ സാധ്യതകളാണ് തങ്ങൾ ആരായുന്നത് എന്ന് ഈജിപ്തിൻ്റെ പ്രതിനിധി പറഞ്ഞു. അവർ പറയുന്നു, പൂർണ്ണമായിരിക്കുന്ന ഹമാസിൻ്റെ കീഴടങ്ങൽ എന്ന് പറഞ്ഞാൽ ആയുധം വെച്ചിട്ടുള്ള കീഴടങ്ങൽ. ഗസയുടെ അകത്ത് ഹമാസിൻ്റെ ആയുധങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന തരത്തിലുള്ള ഒരു കീഴടങ്ങൽ ഉണ്ടാകുന്ന സമയത്താണ് ശാശ്വതമായിരിക്കുന്ന ഒരു പ്രശ്നപരിഹാരം നിലവിലുണ്ടാവുക എന്നുള്ളത്. പലസ്തീനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്ത പ്രതിനിധി പറഞ്ഞു, നിങ്ങൾ ഈ ഇസ്രായേലിൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ ഈജിപ്താണോ ഇസ്രായേലാണോ സംസാരിക്കുന്നത് എന്നുള്ളത് പോലും മനസ്സിലാകാത്ത രീതിയിലാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അർത്ഥങ്ങളും വാക്യങ്ങളും നിലനിൽക്കുന്നത് എന്ന തരത്തിലാണ്. ഇങ്ങനെ ആയുധം വെച്ച് കീഴടങ്ങുകയോ അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ പോരാട്ടം നടത്തുകയോ ചെയ്യുമായിരുന്നില്ലെങ്കിൽ ഏകദേശം 50,000-ത്തിലധികം പാലസ്തീനികളെ തങ്ങൾക്ക് ബലി കൊടുക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ഇതാവാമായിരുന്നു. ഇതേക്കുറിച്ച് അറിയാത്ത വ്യക്തികളല്ല തങ്ങളിത് രാജ്യസ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ മൂർധന്യത്തിലാണ്. ഞങ്ങൾ അവരെ പ്രതിരോധിച്ചു കൊണ്ടേയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് ഇനി ഉണ്ടാവുകയും ചെയ്യും. ഒരുപാട് നേതാക്കന്മാരെ ഇസ്രായേൽ വധിച്ചിട്ടുണ്ട്. എന്നിട്ടും അവർക്കെതിരെയുള്ള പോരാട്ട വീര്യങ്ങളൊന്നും കുറഞ്ഞിട്ടില്ല. അത് തുടരുക തന്നെ ചെയ്യും. ഈ ഈജിപ്ത് പറഞ്ഞ കാര്യം 1.5 മാസം നീണ്ടു നിൽക്കുന്ന വെടിനിർത്തൽ കരാർ വ്യവസ്ഥ പ്രാബല്യത്തിൽ വരുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യഘട്ടം. അങ്ങനെ തുടങ്ങിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച് തുടങ്ങുന്നത്. അതിൻ്റെ ആദ്യത്തെ ആഴ്ച 10 ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ളത് കരാർ വ്യവസ്ഥ ചെയ്യുന്നു. മറ്റുള്ളവരെ തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് മോചിപ്പിക്കുക. അതോടൊപ്പം തന്നെ ബന്ദികളുടെ മൃതദേഹം ഹമാസിൻ്റെ കൈവശത്തിലുള്ളത് വിട്ടുകൊടുക്കുക. അതിനെല്ലാം പകരമായി തത്തുല്യമായ രീതിയിൽ അല്ലെങ്കിൽ മുൻപ് ചെയ്തതിന് ഏകദേശം അതേ രൂപത്തിൽ തന്നെ പലസ്തീനികളെ ഇസ്രായേൽ തടവറയിൽ നിന്ന് മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനും രൂപം ഉണ്ടാക്കുകയും ചെയ്യും. സമ്പൂർണ്ണമായ വെടിനിർത്തലിന് പകരം നിരായുധീകരണം, ഇതാണ് ആദ്യമായിട്ട് തന്നെ ഇസ്രായേൽ മുന്നോട്ട് വച്ചിരിക്കുന്ന കാര്യം. അതാണ് തങ്ങളിപ്പോൾ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പാകെ അവരുടെ നിർദ്ദേശങ്ങൾ വിവരിച്ചു തരാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിരിക്കുന്ന വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച ഏറ്റവും മധ്യഘട്ടത്തിലാണ് എന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ പറയുന്നു, അമേരിക്ക കൂടുതൽ സ്ഫോടകമായിരിക്കുന്ന ആയുധങ്ങൾ ഇസ്രായേലിന് നൽകിയിരിക്കുന്നു. അതെന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല എന്ന് പലസ്തീൻ്റെ പ്രതിനിധി ചോദിക്കപ്പെട്ടു എന്നുള്ളതാണ്. നമ്മൾ അമേരിക്കയുടെ ആയുധങ്ങൾ ഇസ്രായേൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയല്ല. അത് അന്താരാഷ്ട്ര തലത്തിൽ മറ്റൊരു ഘട്ടത്തിലോ മറ്റു രൂപത്തിലോ UN സഭയുമായിട്ട് ബന്ധപ്പെട്ടോ മറ്റോ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇപ്പോൾ ഇവിടെ ചർച്ചയാ പ്രാധാന്യമുള്ള വിഷയമെന്ന് പറയുന്നത് പലസ്തീനിലെ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഒരുപാട് ആളുകൾ നിത്യേന കൊല്ലപ്പെടുന്ന അതിഭയാനകരമായിരിക്കുന്ന സാഹചര്യത്തിലേക്ക് വീണ്ടും ഗസ മാറിയപ്പോൾ അത് ഇനി ഉണ്ടാവാതിരിക്കാനും ഒരു നിരപരാധി പോലും കൊല്ലപ്പെടാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് ഈജിപ്ത് പറയുന്നു. മനുഷ്യ ദുരന്തമാണ് ഇപ്പോൾ ഗാസയിൽ നടക്കുന്നത് എന്നുള്ള UNOയുടെ പ്രഖ്യാപനം അതിപ്രാധാന്യമുള്ളതാണ് എന്ന് ഖത്തറിൻ്റെ പ്രതിനിധി ഇതിനോടനുബന്ധിച്ച് തന്നെ പറഞ്ഞു. അവരിപ്പോൾ പറയുന്നത് വംശീയ ഉന്മൂലനത്തിൻ്റെ ഏറ്റവും മുഹൂർത്ത ഘട്ടത്തിലാണ് ഇപ്പോൾ ഗാസയിൽ നിൽക്കുന്നത്. കൂട്ടക്കുരുതി ചരിത്രത്തിൽ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭയാനകരമായിരിക്കുന്ന സാഹചര്യം ഗസയുടെ പല മേഖലകളിലും ഖാൻ യൂനിസിൻ്റെയും തെക്ക് വടക്കൻ ഗസയുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് റഫ അതിർത്തിയെ പോലും കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ആക്രമണമാണ്. ഇതിനെ സാധാരണഗതിയിൽ ഒരു യുദ്ധമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. ഒരു സൈനിക വിഭാഗം രാജ്യത്തിൻ്റെ അതിർത്തി കയറിക്കൊണ്ട് കൂട്ടക്കൊല ചെയ്തുകൊണ്ട് അവർ സുരക്ഷിതമായി തിരിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ പരിഷ്കൃത സമൂഹത്തിന് അത് അംഗീകരിക്കാനൊന്നും സാധിക്കുകയില്ല എന്നുള്ള UNOയുടെ പ്രഖ്യാപനം അവിടെ ചർച്ചയിൽ വന്നു എന്നുള്ളതാണ്. അതോടനുബന്ധിച്ച് അൽ അഹ്ലി ആശുപത്രി സമുച്ചയങ്ങൾ ഇസ്രായേൽ തകർത്തതായിരിക്കുന്ന വിവരങ്ങൾ, അതൊരു ക്രിസ്ത്യൻ മിഷണറി വിഭാഗം നടത്തപ്പെടുന്നതാണ്. അത് തകർക്കുകയും ഒരുപാട് പേർ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കുട്ടികളടക്കം മരണസംഖ്യ കൃത്യമായ രീതിയിൽ പറയാത്ത വിധം ആ മേഖലയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതും അവിടെ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ ഏറെക്കുറെ തടസ്സമായിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുന്നു. ഗാസയിൽ വളരെ അപൂർവമായി ശേഷിക്കുന്ന ആശുപത്രി ഒന്നാണ് അൽ അഹ്ലി എന്ന് പറയുന്നത്. അത് ക്രിസ്ത്യൻ മിഷനറിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന 4 ആശുപത്രിയിൽപ്പെട്ട പ്രധാനമായിരിക്കുന്ന ഒരു ആശുപത്രിയാണ്.
ഒന്ന് ചർച്ചിനോടനുബന്ധിച്ച് അവിടെ ക്രിസ്ത്യൻ പള്ളിയോട് ചേർന്നിട്ടാണ്. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ ആക്രമണത്തിൽ ക്രിസ്ത്യ ചർച്ചും അതോടൊപ്പം തന്നെ ആശുപത്രിയും തകർന്നു പോയിട്ടുണ്ട്. ആളുകൾ ഒരുപാട് മരണപ്പെട്ട വിവരങ്ങളൊക്കെ അന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് കർക്കശമായിരിക്കുന്ന നിലപാടുകളും നയങ്ങളുമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഉണ്ടാവുന്നത് എന്നതിന് അവർ വിശദീകരിക്കുന്ന കാര്യം ചുറ്റുഭാഗം അതിശക്തമായിരിക്കുന്ന ആക്രമണം തങ്ങളുടെ നേരെ വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അത് യമനെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞത് ഏറെക്കുറെ. കാര്യം ഇത്രയും കാലം ഇല്ലാത്ത, അതായത് 967 അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് കക്ഷി ചേരാത്ത രാജ്യങ്ങൾ പോലും തങ്ങൾക്കെതിരെ പരസ്യമായ രീതിയിൽ രാത്രിയും പകലും എന്ന പോലെ ആകാശവും കരയും ഭൂമിയും ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം നടത്തുന്നു. അതുകൊണ്ട് അതിനെ എല്ലാ രീതിയിലും പ്രതിരോധിക്കാൻ തങ്ങൾ ശ്രമിക്കുന്നുണ്ട്, തങ്ങൾ സാധിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അതൊരു ഭീഷണിയുടെ ഭാഗമായിട്ട് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ ഇവിടെ നിലനിൽക്കുമ്പോൾ ഇതിനെതിരെ നടപടിയെടുക്കുകയും തങ്ങളുടെ രാജ്യ സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളത് തങ്ങളുടെ കടമയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് തങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞത്. സമ്പൂർണ്ണമായിരിക്കുന്ന വെടിനിർത്തൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹമാസ് കീഴടങ്ങുക എന്നുള്ളതാണ്. അതോടുകൂടി തങ്ങൾ ഗാസയുടെ അല്ലെങ്കിൽ പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട ദേശത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടുപോവുകയും ചെയ്യും. ഈ വിഷയത്തോടനുബന്ധിച്ചുകൊണ്ട് മറ്റൊരു അറബ് പ്രതിനിധി ഈ വിഷയത്തെക്കുറിച്ച് കൊണ്ട് ഒരു ചാനൽ നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ പറയുന്ന ഒരു കാര്യം ഏറെക്കുറെ പലസ്തീൻ പറയുന്നത് തന്നെയാണ് ശരി. ഇത് പൂർണ്ണമായിരിക്കുന്ന ആയുധം വെച്ചുകൊണ്ട് കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇവിടെ വിട്ടുപോകുന്നില്ല. അവരുടെ ആധിപത്യം, ഒരു പട്ടാള ഭരണ സംവിധാനം ഗാസക്കകത്ത് ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാക്കും. എതിർക്കാൻ ആരുമില്ല എന്നുള്ളൊരു സാഹചര്യം വന്നാൽ അവർക്ക് മുന്നേറ്റം നടത്താൻ വേണ്ടി വളരെ എളുപ്പമാവും. ഗാസക്കെതിരെ ഒരു ആക്രമണം നടത്തിയാൽ പ്രതികരിക്കാൻ ഇപ്പോൾ ഉള്ളത് പലസ്തീൻ്റെ സൈനിക വിഭാഗമല്ലാതെ ലോകത്തൊരു രാജ്യവുമില്ല. അങ്ങനെ ഇരിക്കെ അവർ പ്രതിരോധിക്കുകയും പോലും ചെയ്യുന്നില്ലെങ്കിൽ എന്താണോ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശ കാര്യങ്ങൾ അവിടെ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ആയുധം വെച്ച് കീഴടങ്ങുക എന്നുള്ളത് അതൊരു ചതിയാണ്. അതിന് കൂട്ടം നിൽക്കുന്നതോട് കൂടിയിട്ട് മറ്റൊരു രീതിയിലേക്ക് ഇത് പോകും. ഇപ്പോൾ ബന്ദികളെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ബന്ദികളെ മോചിപ്പിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിരിക്കുന്ന യുദ്ധവിരാമം ഉണ്ടാവുമെന്ന് ഇസ്രായേൽ പറയുന്നു. പക്ഷെ അവരെ വിശ്വസിക്കാൻ പറ്റില്ല. ബന്ദികൾ മുഴുവൻ മോചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാലും അവർ യുദ്ധം അവസാനിക്കില്ല. പിന്നീടുള്ള യുദ്ധങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു പ്രശ്നവുമില്ലാത്തതിന് സ്വതന്ത്രമായിരിക്കുന്ന ആക്രമണമായിട്ട് വിലയിരുത്താൻ പറ്റും. കാര്യം അവരുടെ ബന്ദികൾ മോചിപ്പിക്കപ്പെട്ടു. ഇനി അവരുടെ സ്ഫോടനം കൊണ്ട് ഒരു ബന്ദി പോലും അവരുടെ രാജ്യത്തെ പൗരന്മാർ കൊല്ലപ്പെടില്ലെന്ന് അവർക്ക് തന്നെ അറിയാവുന്നതാണ്. അതുകൊണ്ട് അവരുദ്ദേശിക്കുന്ന തരത്തിലുള്ള ആക്രമണം നടത്തിക്കൊണ്ട് വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഗാസയുടെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാക്കാനുള്ള ഒരു അവസരമായിട്ട് അവരത് ഉപയോഗിക്കും. അതുകൊണ്ട് ബന്ദിമോചനം നടത്തിയാൽ ഗാസയിൽ നിന്ന് അവർ വിട്ടൊഴിഞ്ഞു പോകും എന്ന് പറയുന്നതും ഹമാസ് കീഴടങ്ങിക്കഴിഞ്ഞാൽ അവിടെ അവർ പോകുമെന്നുള്ളതും വെറുതെ ഉള്ള ഒരു മണ്ടത്തരമായിരിക്കുന്ന ഒരു നിലപാടല്ലാതെ അതൊരിക്കലും അവർ അംഗീകരിക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. ഇപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എവിടെയും എത്താതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇനി അടുത്തത് എന്ത് എന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഇത് മറുപടി പറയാനൊന്നും സാധിക്കാത്ത വിധം അവർ പിരിഞ്ഞിരിക്കുന്നു. ആ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് എന്നാണ് പറയാൻ വേണ്ടി പറ്റുന്നത്. ഖത്തറിലേക്ക് തൊട്ടടുത്ത ദിവസം ഇതിന് കുറച്ചും കൂടിയും വിശദമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഈ വെടിനിർത്തൽ മീറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതും അത് ഇസ്രായേലിൻ്റെ പ്രതിനിധിയെയും പലസ്തീൻ്റെ പ്രതിനിധിയെയും വിവരം തങ്ങൾ അറിയിച്ചിട്ടേ ഉള്ളൂ. അവരുടെ ഭാഗത്തുനിന്ന് മറുപടി കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. കാരണം എല്ലാ ഈ രാജ്യത്തിൻ്റെയും അതായത് പലസ്തീൻ്റെയും ഇസ്രായേലിൻ്റെയും ഒക്കെ നിലപാടുകൾ വളരെ കൃത്യമായ രീതിയിൽ തന്നെ ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആയുധം വെച്ച് കീഴടങ്ങാൻ ഒരു വിഭാഗം തയ്യാറല്ല. ആയുധം വെച്ച് കീഴടങ്ങിയാൽ മാത്രമേ യുദ്ധം അവസാനിക്കൂ എന്ന് ഇസ്രായേലും പറയുന്നു. സങ്കീർണമായിരിക്കുന്ന പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. അക്രമത്തിന് യാതൊരു കുറവില്ല. അതിന് സമാനമായ രീതിയിലുള്ള തിരിച്ചടികൾ ഗസയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഇസ്രായേലിന് നേരെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായിരിക്കുന്ന എയർപോർട്ടിന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു. അത് ഹമാസാണ് ആക്രമണം നടത്തിയത് എന്നുള്ള ഒരു ആരോപണം ഇതിനോടനുബന്ധിച്ച് തന്നെ ഉണ്ടായിരിക്കുന്നു. പ്രതിരോധിക്കാൻ വേണ്ടി ആകാശത്ത് വെച്ച് തന്നെ തടയാൻ വേണ്ടി അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും നാശനഷ്ടങ്ങളൊന്നും തങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്ത് നിലവിലെ സാഹചര്യത്തെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളൊരു മറുപടിയുമാണ് ഈ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വരുന്നത്. എന്നാൽ അങ്ങനെ പറയുന്ന പോലെ തന്നെ ഒന്നുമല്ല. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ഈ മേഖല കേന്ദ്രീകരിച്ച് കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ചില റിപ്പോർട്ടും കാണാൻ വേണ്ടി സാധിക്കും. ഏതായിരുന്നാലും ഈജിപ്തിൻ്റെ നിലപാടിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് പലസ്തീൻ ഈ കരാർ വ്യവസ്ഥ അംഗീകരിക്കില്ലെന്ന് തുറന്നു പറഞ്ഞത്.
അവർ പറഞ്ഞ കാര്യം ഇതാണ്: ഇസ്രായേലിനെ പോലെ നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി പാടില്ല, നിങ്ങളുടെ ഭാഷ ഇസ്രായേലിൻ്റെ ഭാഷയായിട്ടാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ കീഴടങ്ങുക എന്നുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് തങ്ങൾ മുമ്പ് ആലോചിച്ചിരുന്നെങ്കിൽ ഇത്രയും മനുഷ്യന്മാരെ ബലി കൊടുക്കേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയും ഉണ്ടാവുമായിരുന്നില്ല എന്നുകൂടി ഫലസ്തീനെ പ്രതിനിധീകരിച്ചു കൊണ്ടുള്ള പ്രതിനിധി പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ടും ഇതോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്.